ഓം ശാന്തി. പ്രഭാതമുരളി 25/6/21. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ സമയത്ത് നിങ്ങൾ ബാബയിൽ ബലി അർപ്പണമാകൂ. എങ്കിൽ 21 ജന്മത്തേക്ക് നിങ്ങൾ സദാ സുഖമുള്ളവരായി മാറും. ചോദ്യം: ജ്ഞാനികളായ കുട്ടികൾ തൻ്റെ അവസ്ഥ ശരിയാക്കി വയ്ക്കുന്നതിനായി ഏതൊരു ശീലം ഉറപ്പിക്കേണ്ടതാണ്? ഉത്തരം: അതിരാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ. അതിരാവിലെ എഴുന്നേറ്റ് ബാബയുടെ ഓർമ്മയിലിരിക്കണം. ഇത് വളരെ നല്ല ധാരണയാണ്. ഏത് കുട്ടികളാണോ നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നത്, അവരുടെ അവസ്ഥ മുഴുവൻ ദിവസവും ശരിയായിരിക്കും. അജ്ഞാനികളുടെ നിദ്രയേക്കാൾ ജ്ഞാനികളായ കുട്ടികളുടെ നിദ്ര പകുതി ആകേണ്ടതാണ്. 10 മണിക്ക് ഉറങ്ങൂ, 2 മണിക്ക് എഴുന്നേറ്റിരിക്കൂ. ഗീതം: എനിക്ക് ആശ്രയം നൽകുന്നവനെ. ഓം ശാന്തി. കുട്ടികളെല്ലാവരും മുന്നിൽ ഇരിക്കുകയാണ്. നമ്മൾ ജീവാത്മാക്കളാണ് എന്നത് അറിയുന്നു. ഇവിടെയാണെങ്കിൽ ജീവാത്മാക്കൾ ആയിരിക്കുമല്ലോ. ആത്മാവിന് ശരീരമില്ലെങ്കിൽ വിവസ്ത്രമാണ്. അതിനെ അശരീരി എന്ന് പറയുന്നു. നിങ്ങളാണെങ്കിൽ ശരീരത്തോടൊപ്പം ഇരിക്കുന്നു. ആത്മാവോ പരമാത്മാവോ ശരീരത്തിൽ വരാത്തതുവരെയും സംസാരിക്കാൻ സാധിക്കില്ല. ജീവാത്മാക്കളായ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ബാബയുടെ മുന്നിലിരിക്കുന്നു. കൃത്യമായും 5000 വർഷം മുമ്പ് മുന്നിൽ വന്നിരുന്നത് പോലെ. കുട്ടികൾ തീർച്ചയായും ബാബയിൽ നിന്നും സമ്പത്തെടുക്കും. നമ്മൾ നമ്മുടെ പരംപിത പരമാത്മാവിൻ്റെ, പരിധിയില്ലാത്ത പിതാവിൻ്റെ മുന്നിലിരിക്കുകയാണ് എന്നറിയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇരിക്കുന്നത്? ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടുവാൻ. സ്കൂളിൽ നമ്മൾ ടീച്ചറിലൂടെ എൻജിനീയറിങ്ങും ബാരിസ്റ്ററിയും പഠിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ എയിം ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പരംപിത പരമാത്മാവ് നമ്മളെ ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ ഇരുന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. ഭഗവാൻ ഉവാച: ഭഗവാൻ എന്ന് നിരാകാരനെയാണ് പറയുന്നത് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ജീവാത്മാക്കൾ പുനർജന്മം തീർച്ചയായും എടുക്കുന്നു. മനുഷ്യൻ പുനർജന്മം എടുക്കുന്നുണ്ടോ എന്ന് ഏതെങ്കിലും സന്യാസിയോട് ചോദിച്ചു നോക്കൂ. എടുക്കുന്നില്ല എന്ന് പറയുകയില്ല. ഇല്ലെങ്കിൽ പിന്നെ 84 ലക്ഷം ജന്മം എന്നെങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ പുനർജന്മത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കൂ. ഇത് തീർച്ചയാണ്. ആത്മാവ് സംസ്കാരം അനുസരിച്ച് ഒരു ശരീരം ഉപേക്ഷിച്ച് പിന്നെ മറ്റൊന്നെടുക്കുന്നു. ഇങ്ങനെ ചില മനുഷ്യർ 84 ജന്മം എടുക്കുന്നു. 84 ലക്ഷം ജന്മത്തിൻ്റെ കാര്യമേ ഇല്ല. ആദ്യത്തെ ജന്മം തീർച്ചയായും വളരെ നല്ലതും സതോ പ്രധാനവുമായിരിക്കും. ലാസ്റ്റ് മോശവും തമോ പ്രധാനവുമായിരിക്കും. 16 കലയിൽ നിന്നും പിന്നെ 14 കല, 12 കല ആയിക്കൊണ്ടിരിക്കും. പുനർജന്മം തീർച്ചയായും എടുക്കുന്നു. ശരി, പരംപിത പരമാത്മാവ് പുനർജന്മം എടുക്കുന്നോ അതോ പുനർജന്മരഹിതമാണോ എന്ന് ചോദിക്കണം. നോക്കൂ, ഈ പോയിന്റ് വളരെ സൂക്ഷ്മമാണ്. അഥവാ ജനന മരണരഹിതമാണ് എന്ന് പറയുന്നുവെങ്കിൽ പിന്നെ ശിവജയന്തി എന്നത് സിദ്ധമാകുന്നില്ല. ശിവജയന്തി ആഘോഷിക്കപ്പെടുന്നു എന്ന് പറയും. ശിവജയന്തിയുണ്ട്, എന്നാൽ ജന്മത്തോടൊപ്പം മരണമുണ്ട് എന്ന് പറയുന്നത് ഇല്ല. അഥവാ മരിച്ചുവെങ്കിൽ പിന്നെ പുനർജന്മം എടുക്കണം. ബാബ ഒരിക്കലും പുനർജന്മം എടുക്കുന്നില്ല. ആ ഒന്ന് ഈ ശരീരത്തിൽ ഒരേ ഒരു തവണ വരുന്നു. ബാബ പിന്നെ പുനർജന്മത്തിൽ വരുന്നില്ല. പരംപിത പരമാത്മാവ് പുനർജന്മരഹിതമാണ്. ആ ഒന്ന് ഒരിക്കലും സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമാകുന്നില്ല. ആത്മാക്കളാണെങ്കിൽ എല്ലാവരും ജനന മരണത്തിൽ വന്ന് പതീതമാകുന്നു. പിന്നെ ബാബ വരുന്നു പാവനമാക്കുവാൻ. ഇതിലൂടെ സിദ്ധമാകുന്നത് ആത്മാവ് തന്നെയാണ് പതീതമാകുന്നത്. ആത്മാവ് വീട്ടിൽ നിന്നും പാവനമായി വരുന്നു. പിന്നെ മായ പതീതമാക്കി മാറ്റുന്നു. ബാബ ഒരിക്കലും പതീതമാക്കുകയില്ല.
ബാബയ്ക്ക് ഒരിക്കലും കുട്ടികൾക്ക് മോശമായ മതം നൽകാൻ സാധിക്കില്ല. ഈ സമയത്ത് മനുഷ്യർ പതീത മതം തന്നെയാണ് നൽകുന്നത്. ഇപ്പോൾ പാവനമായ ബാബ പറയുന്നു, പതീതമാകാതിരിക്കൂ, അതായത് വികാരത്തിലേക്ക് പോകാതിരിക്കൂ. രാവണന്റെ മതത്തിലൂടെ ദുഃഖധാമമായി. ആദ്യം സുഖധാമമായിരുന്നു. ബാബ തന്നെയാണ് സുഖവും ദുഃഖവും നൽകുന്നത് എന്നല്ല, അങ്ങനെയല്ല. ബാബ ഒരിക്കലും കുട്ടികൾക്ക് ദുഃഖത്തിൻ്റെ മതം നൽകില്ല. മായ തന്നെയാണ് ദുഃഖം നൽകുന്നത്. ആ മായയുടെ മേൽ ജയം നേടുന്നതിലൂടെ നിങ്ങൾ ജഗത് ചീത്താകുന്നു. മനുഷ്യർ മായ എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. അവർ ധനത്തെയാണ് മായ എന്ന് പറയുന്നത്. ഇവർക്ക് മായയുടെ ലഹരി വളരെയധികമുണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ മായയുടെ ലഹരി ഉണ്ടായിരിക്കുന്നില്ല. അവിടെ രാവണന്റെ കോലം ഉണ്ടാക്കി കത്തിക്കുന്നില്ല. കോലം ശത്രുവിൻ്റേത് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. രാവണ രാജ്യം ആരംഭിക്കുന്നത് പകുതി കൽപ്പം മുതലാണ്. ദേഹ അഹങ്കാരം വരുന്നതിലൂടെ പിന്നെ മറ്റു വികാരം വരുന്നു. ദേവതമാർ ഭാവമാർഗത്തിൽ, അതായത് വികാരങ്ങളിലേക്ക് പോകുന്നു എന്ന് ശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്. മായയ്ക്ക് വശപ്പെടുന്നതിലൂടെ പരവശമാകുന്നു. പരമത്തനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നടക്കുന്നത് ശ്രീമത്ത് അനുസരിച്ചാണ്. പരമത് എന്നാൽ മായയുടെ മതം, ശ്രീ എന്നാൽ ബാബയുടെ ശ്രേഷ്ഠ മതം. അതാണ് രാവണന്റെ മതം, പരമത്. അതിനാൽ ബാബ പറഞ്ഞിട്ടുണ്ട്, ആസുരീയ സമ്പ്രദായക്കാരെല്ലാം രാവണന്റെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് ദുഃഖിതരാണ്. മനുഷ്യർ സത്യയുഗത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളാണെങ്കിൽ എങ്ങനെയാണ് 5000 വർഷം എന്നതിൻ്റെ കണക്ക് പറഞ്ഞു കൊടുക്കുന്നു. ക്രൈസ്റ്റ് വന്നിട്ട് 2000 വർഷമായി. ബുദ്ധൻ വന്നിട്ട് 2250 വർഷമായി. പിന്നെ ഇസ്ലാമികൾ വന്നിട്ട് 2500 വർഷമായി. എല്ലാം ചേർത്ത് പകുതി കൽപ്പമായി. അതിനു മുൻപ് ദേവതമാരുടെ രാജ്യമായിരുന്നു. പിന്നെ ദേവതമാർ വന്നിട്ട് ലക്ഷക്കണക്കിന് വർഷം എന്നെങ്ങനെ പറയുവാൻ സാധിക്കും? ഇത്രയും മനുഷ്യർ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ വളരെയധികം മനുഷ്യരാകുമായിരുന്നു. അത്രയുമില്ല. 5000 വർഷത്തിൽ തന്നെ കോടിക്കണക്കിന് മനുഷ്യരാകുന്നു. ക്രൈസ്റ്റിന് 3000 വർഷം മുമ്പ് ഭാരതത്തിൽ ആദി സനാതന ദേവി ദേവതാ ധർമ്മം ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. 5000 വർഷം പൂർത്തിയാകുന്നു. നാടകം പൂർത്തിയാകുന്നുവല്ലോ. ഈ കാര്യങ്ങൾ ആരും അറിയുന്നില്ല. ഞാൻ ആരാണോ, എങ്ങനെയാണോ ഈ ചക്രം തിരിയുന്നത് ആർക്കും അറിയാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇതാണ് ഗീത എപ്പിസോഡ്. ബാബ വന്ന് സഹജ രാജയോഗം പഠിപ്പിച്ചിരുന്നു. ബാബ വൃദ്ധർക്കും മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് വളരെ സഹജമായ കാര്യമാണ്. കേവലം ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. കുട്ടി ജനിച്ചു എന്നാൽ അവകാശി ജനിച്ചു എന്നർത്ഥം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ബാബയുടെ അവകാശികളാണ്. 5000 വർഷത്തിനു ശേഷം വീണ്ടും കൂടിക്കാഴ്ച നടത്തുവാൻ വന്നിരിക്കുന്നു. ഇത് വളരെ ഗുപ്തമായ കാര്യങ്ങളാണ്. ബാബ ചോദിക്കുകയാണ്, മുൻപ് എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? പറയുന്നു, അതെ ബാബ. ആത്മാവ് ഈ മുഖത്തിലൂടെ പറയുന്നു, നമ്മൾ 5000 വർഷം മുമ്പ് അങ്ങയുമായി കണ്ടുമുട്ടിയിരുന്നു. അങ്ങ് ഈ ശരീരത്തിലൂടെ ശിക്ഷണം നൽകുവാൻ വന്നിരുന്നു. ആരാണോ പക്വമായ കുട്ടികൾ അവർ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടുവാൻ ഇരിക്കുന്നു. നമ്മൾ പരിധിയില്ലാത്ത ബാബയുടേതായിരിക്കുന്നു ബ്രഹ്മാവിലൂടെ. ബാബ പറയുന്നു, എന്നെ തിരിച്ചറിയുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ പിതാവാണ്. നിങ്ങൾ പറയും, അതേ ബാബ, നമ്മൾ ആത്മാക്കളുടെ പരംപിത പരമാത്മാവായ ബാബയാണ് താങ്കൾ. ബാബയും പറയുന്നു, നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ അയച്ചിരുന്നു, സമ്പത്ത് നൽകിയിരുന്നു. പിന്നെ മായ തട്ടിയെടുത്തു. വീണ്ടും ഇപ്പോൾ ഞാൻ നൽകുകയാണ്. മായ സമ്പത്ത് തട്ടിയെടുക്കുന്നു, ബാബ നേടിത്തരുന്നു. അനേകം തവണ ഈ കളി നടന്നു കഴിഞ്ഞു.
നടന്നുകൊണ്ടുമിരിക്കും, അവസാനമില്ല. ബാബയുടേതാകുന്നു. പിന്നെ ചിലർ നേരിട്ടുള്ളത്, ചിലർ അല്ലാത്തത്. ചിലർ ഒന്നാനമ്മയുടേത്, ചിലർ രണ്ടാനമ്മയുടേതാകുന്നു. അപക്വമായവരും പക്വമായവരും ഉണ്ടല്ലോ. പക്വമായവരെയും ചിലപ്പോൾ മായ പൂർണ്ണമായും ജയിക്കുന്നു. കുട്ടികൾ പറയുന്നു, ബാബ, നമ്മൾ ഏതുവരെ ജീവിച്ചിരിക്കുമോ അങ്ങയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കും. വികർമ്മങ്ങളുടെ ഭാരം ശിരസിൽ വളരെയധികമുണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ ഓർമ്മയിലിരിക്കുമോ ആ യോഗ അഗ്നിയിലൂടെ നിങ്ങൾ പാപാത്മാവിൽ നിന്നും പുണ്യാത്മാവ് ആയിക്കൊണ്ടിരിക്കും. അഗ്നി വസ്തുക്കളെ പവിത്രമാക്കുന്നു. നിങ്ങളുടേതാണ് യോഗ അഗ്നി. ഇത് പരിധിയില്ലാത്ത യജ്ഞമാണ്. പരിധിയില്ലാത്ത സേഠ് പരിധിയില്ലാത്ത യജ്ഞം രചിച്ചിരിക്കുന്നു. ഇത്രയും വർഷം ഒരു യജ്ഞവും നടക്കുന്നില്ല. 7-8 ദിവസത്തേക്കോ 1 മാസത്തേക്കോ യജ്ഞം രചിക്കുന്നു. നിങ്ങളുടെ ഈ യജ്ഞമാണെങ്കിൽ എത്ര വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു? ബാബയാണെങ്കിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പറയുകയാണ്, മറന്നു പോകരുത്, കേവലം എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ വികർമ്മങ്ങളുടെ ഭാരം മുറിഞ്ഞുകൊണ്ടിരിക്കും. ഭഗവാൻ ഉവാച, നിങ്ങളുടെ പിതാവായ എന്നെ ഓർമ്മിക്കൂ, തീർച്ചയായും വന്നിരിക്കുകയാണ്. അതിനാലാണല്ലോ പറയുന്നത്. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. നിങ്ങളുടെ ആത്മാവ് ഈ സമയം വളരെ പതീതമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, യോഗത്തിലൂടെ നമ്മൾ പാവനമായിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രതിജ്ഞയാണ്, അങ്ങ് എപ്പോൾ വരുമോ അപ്പോൾ മറ്റു കൂട്ടുകെട്ട് ഉപേക്ഷിച്ച് ഒരു കൂട്ടുകെട്ട് യോജിപ്പിക്കും. നിന്നിൽ അർപ്പണമാകും. സ്ത്രീ പുരുഷനിലും പുരുഷൻ സ്ത്രീയിലും ബലി അർപ്പണമാകുന്നു. ഇതാണ് ബാബയിൽ ബലിയർപ്പണമാകൽ. വിവാഹത്തിൽ അന്യോന്യം ബലിയർപ്പണമാകുന്നുവല്ലോ. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ ഒരു മനുഷ്യനിലും ബലിയർപ്പണമാകാതിരിക്കണം. നിങ്ങളുടെ പ്രതിജ്ഞയാണ്, അങ്ങയിൽ ബലിയർപ്പണമാകും. താങ്കൾ എന്നിൽ ബലിയർപ്പണമാകൂ, എങ്കിൽ 21 ജന്മം നിങ്ങളെ സദാ സുഖമുള്ളവരാക്കി മാറ്റും. എത്ര വലിയ സമ്പത്താണ്! ശ്രീമത്തിലൂടെ നിങ്ങൾ ശ്രേഷ്ഠമാകും. ഇത് മറന്നു പോകരുത്. ലക്ഷ്മി നാരായണന്റെ ചിത്രവും വീട്ടിൽ വയ്ക്കൂ. നമ്മൾ ബാബയിൽ നിന്നും ഈ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ബാബ പരംധാമത്തിൽ നിന്നും വന്നിരിക്കുന്നു. എന്നാൽ മായയാകുന്ന കഴുകനും നിസ്സാരമല്ല. എല്ലാവരുടെയും കാര്യമല്ല, എന്നാൽ നമ്പർ വൈസാണ്. ചില്ലരാണെങ്കിൽ നമ്മൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടുകയാണ് എന്നത് പൂർണ്ണമായും മറന്നു പോകുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ലഹരി കയറുന്നു, ഇവിടെ നിന്നും പുറത്തുപോയി മറന്നു. വീണ്ടും രാവിലെ റിഫ്രഷ് ആകുന്നു, പിന്നെ മുഴുവൻ ദിവസവും മറന്നു പോകുന്നു. 4-5 വർഷം ഇരുന്ന് നല്ല സർവീസ് ചെയ്യുന്നവർ പോലും ഇന്നില്ല. അല്പം അവജ്ഞ ചെയ്തു, മായ ശക്തിയായി അടിച്ചു പോയി കളഞ്ഞു. ബാബ പറയുന്നു, കയറിയാൽ പ്രേമരസം കുടിക്കാം, വീണു എങ്കിൽ തവിട് പൊടി. എങ്ങനെയാണ് തവിട് പൊടി ആകുന്നത് എന്ന് കാണുന്നുണ്ട്. വൈകുണ്ഠത്തിൽ തീർച്ചയായും പോകും, എന്നാൽ പദവി നമ്പർ വൈസ് ആണല്ലോ. അവിടെ എല്ലാവരും സുഖമുള്ളവരായി കഴിയും. എങ്കിലും പദവികളുണ്ടല്ലോ. സ്കൂളിൽ പദവി നേടുന്നതിനായി തന്നെയാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്. പ്രജയായാലും മതി, ഭാഗ്യത്തിലുള്ളതുപോലെ എന്നത് പാടില്ല. അങ്ങനെയാകരുത്. ഇതിനെ തമോ പ്രധാന പുരുഷാർത്ഥം എന്നാണ് പറയുന്നത്. ആരാണോ ബാബയിൽ നിന്നും പൂർണ്ണമായ സമ്പത്ത് നേടാനുള്ള പ്രതിജ്ഞ ചെയ്യുന്നത്, അവരെയാണ് സദോ പ്രധാനം എന്ന് പറയുന്നത്. ഇത് കുതിരപ്പന്തയമാണ്. എല്ലാവരും നമ്പർ 1 ആയി പോവുകയില്ല. ഇത് ഹ്യൂമൻ റേസ് ആണ്. നമ്മൾ വേഗത്തിൽ ശിവ് ബാബയുടെ കഴുത്തിൽ കോർക്കപ്പെടട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഒന്നിനെ ഓർമ്മിക്കേണ്ടി വരും. മുഴുവൻ ആധാരവും ഓർമ്മയിന്മേലാണ്. മായ അങ്ങനെയുള്ള വിഘ്നമിടുന്നു. അതിലൂടെ പൂർണ്ണമായും റേസിൽ നിന്നും പുറത്താക്കുന്നു. നിങ്ങളുടേത് ഹ്യൂമൻ റേസ് ആണ്. ആത്മാവ് പറയുന്നു, ഞാൻ വളരെയധികം ദുഃഖിതനായിരിക്കുന്നു.
ശരീരം എടുത്തെടുത്ത് വളരെയധികം മടുത്തു പോയിരിക്കുന്നു. ഇപ്പോൾ ബാബയുടെ അടുക്കൽ പോയെങ്കിൽ എന്ന് പറയുന്നു. ബാബ യുക്തി പറഞ്ഞു തന്നിട്ടുണ്ട്. പറയുന്നു, ബാബ, നമ്മൾ അങ്ങയുടെ ഓർമ്മയിൽ തന്നെയിരിക്കും. എത്ര സമയം കണ്ടെത്താൻ സാധിക്കുമോ അത്രയും നല്ലത്. ഗവൺമെൻറ്റിൻ്റെ സർവീസിലും 8 മണിക്കൂർ നൽകുന്നു. അതുപോലെ ഓർമ്മയിലും 8 മണിക്കൂർ ഇരിക്കൂ. സൃഷ്ടിയെ സ്വർഗമാക്കുക, ഇത് എത്ര ഭാരിച്ച സർവീസാണ്. കേവലം ബാബയെ ഓർമ്മിക്കൂ, സുഖധാമത്തെ ഓർമ്മിക്കൂ, ഇത്രമാത്രം. ഈ 8 മണിക്കൂർ സർവീസ് ചെയ്യുമെങ്കിൽ നിങ്ങൾ മുഴുവൻ സമ്പത്തും നേടും. ഇങ്ങനെയെല്ലാം ഓർമ്മിച്ച് നിങ്ങളുടെ വികർമ്മം വിനാശമാകും. 8 മണിക്കൂർ ഈ സർവീസിനായി നൽകൂ. ബാക്കി 16 മണിക്കൂർ നിങ്ങൾ ഫ്രീ ആണ്. എത്ര സാധിക്കുമോ നിങ്ങൾ ഓരോ നിമിഷവും ഓർമ്മിക്കൂ. എവിടെയിരുന്നും ഓർമ്മിക്കുവാൻ സാധിക്കും. ഏറ്റവും നല്ല സമയം നിങ്ങൾക്ക് രാവിലെ ലഭിക്കും. സിന്ധിയിൽ ഇങ്ങനെ ഒരു ചൊല്ലുമുണ്ട്: നേരത്തെ ഉറങ്ങണം, നേരത്തെ എഴുന്നേൽക്കണം. അങ്ങനെയുള്ള മനുഷ്യർ വലിയ ഗുണവാനാണ്. ഈ മഹിമയും ഇപ്പോഴത്തേതാണ്. ബാബ പറയുന്നു, രാത്രിയിൽ നേരത്തെ ഉറങ്ങൂ, പിന്നെ അതിരാവിലെ എഴുന്നേൽക്കൂ. അജ്ഞാനികൾ 8 മണിക്കൂർ ഉറങ്ങുന്നു. നിങ്ങളുടെ ഉറക്കം പകുതിയാകേണ്ടതാണ്. 4-5 മണിക്കൂർ ഉറക്കം, ഇത്രമാത്രം. നിങ്ങൾ കർമ്മയോഗിയാണല്ലോ. രാത്രി 10 മണിക്ക് ഉറങ്ങൂ, 2 മണിക്ക് എഴുന്നേൽക്കൂ. ശിവ് ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ സമ്പാദ്യം വളരെയധികമാണ്. നിങ്ങൾക്ക് ഹെൽത്തും വെൽത്തും രണ്ടും ലഭിക്കും. ശരി, 2 മണിക്കില്ലെങ്കിൽ 3 മണിക്ക് എഴുന്നേൽക്കൂ, 4 മണിക്ക് എഴുന്നേൽക്കൂ. ഫസ്റ്റ് ക്ലാസ് സമയം അതാണ്. ശാന്തി നിലനിൽക്കുന്നു. എല്ലാവരും അശരീരിയാകുന്നു. ആ സമയം നിശബ്ദത വളരെയധികമുണ്ട്. അമൃതവേളയിലെ ഓർമ്മ നല്ല പ്രഭാവം ഉണ്ടാക്കും. ബാബ മിക്കപ്പോഴും രാത്രിയിൽ ഉണർന്നിരിക്കുന്നു. സൂക്ഷ്മ സർവീസിൽ ക്ഷീണമുണ്ടാകുന്നില്ല. സമ്പാദ്യത്തിലൂടെ സന്തോഷമുണ്ടാകും. കുട്ടികളായ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് തൻ്റെ അവിനാശി സമ്പാദ്യം ചെയ്തുകൊണ്ടിരിക്കൂ. ശരി, മധുരമായ സീഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 21 ജന്മത്തേക്ക് സദാ സുഖമുള്ളവർ ആകുന്നതിനായി ഒരു ബാബയിൽ പൂർണ്ണമായും ബലിയർപ്പണമാകണം. ശ്രീമത്തിലൂടെ ശ്രേഷ്ഠമാകണം. മന്മത്തും പരമത്തും ത്യാഗം ചെയ്യണം. ഒരു അവജ്ഞയും ചെയ്യരുത്. അതിരാവിലെ എഴുന്നേറ്റ് ഓർമ്മയിലിരുന്ന് സമ്പാദിക്കണം. സൃഷ്ടിയെ സ്വർഗമാക്കുന്നതിൻ്റെ സർവീസ് ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂർ തീർച്ചയായും ചെയ്യണം. വരദാനം: ദേഹത്തിൻ്റെ ബോധം അർപ്പിച്ച് സമർപ്പണമാകുന്ന യോഗയുക്തവും ബന്ധനമുക്തവുമായി ഭവിക്കട്ടെ. ആരാണോ ദേഹാഭിമാനത്തെ അർപ്പിക്കുന്നത് അവരുടെ ഓരോ കർമ്മവും ദർപ്പണമായി മാറുന്നു. ഏതെങ്കിലും വസ്തു അർപ്പിക്കപ്പെടുമ്പോൾ ആ അർപ്പിക്കപ്പെട്ട വസ്തു തൻ്റേതായി മനസ്സിലാക്കാറില്ല. അപ്പോൾ ദേഹത്തിൻ്റെ ബോധത്തെയും അർപ്പിക്കുന്നതിലൂടെ തൻ്റേതെന്ന ഭാവം ഇല്ലാതാകുമ്പോൾ മോഹവും ഇല്ലാതാകുന്നു. അവരെ തന്നെയാണ് സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത്. ഇങ്ങനെ സമർപ്പണം ആകുന്നവർ സദാ യോഗയുക്തവും ബന്ധനമുക്തവും ആയിരിക്കും. അവരുടെ ഓരോ സങ്കല്പവും ഓരോ കർമ്മവും യുക്തിയുക്തം ആയിരിക്കും. സ്ലോഗൻ: സർവശക്തിവാനെ കൂട്ടുകാരനാക്കി മാറ്റൂ, എങ്കിൽ സഫലത താങ്കളുടെ ചരണങ്ങളിൽ വന്നു ചേരും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മനസ്സിൻ്റെ ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഞാൻ ഈ ശബ്ദത്തിൻ്റെ
ലോകത്തിൽ നിന്നും ഉപരി ആവുകയാണ്. അതിസൂക്ഷ്മ ജ്യോതിർബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് ഒരു സെക്കൻഡിൽ ശബ്ദത്തിനുപരിയായ എൻ്റെ സ്വീറ്റ് സൈലൻസ് ഹോമിൽ എത്തിച്ചേരുകയാണ്. മധുരമായ നിശബ്ദത നിറഞ്ഞ ദിവ്യമായ ശാന്തത നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാവിൻ്റെ സമീപത്ത് പരമാത്മാ ഛത്രഛായയിൽ ആ ദിവ്യ പ്രേമത്തിൻ്റെ പരിപാലനയിൽ അതീന്ദ്രിയ സുഖമയ സ്ഥിതിയിൽ ലയിച്ചിരിക്കുകയാണ്. ഈ ദിവ്യ സ്നേഹത്തിൻ്റെ ഛത്രഛായയിൽ ഞാൻ സർവ വരദാനങ്ങൾ കൊണ്ടും സമ്പന്നമായി സന്തുഷ്ടമണി ആയിരിക്കുന്നു. എന്നിൽ നിന്നും സന്തോഷത്തിൻ്റെ അലകൾ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. ശബ്ദത്തിൻ്റെ ലോകത്തിൽ പല പല ചിന്തകളാൽ പല പല വിഘ്നങ്ങളാൽ പരവശരായ ആത്മാക്കളിൽ ഈ സന്തുഷ്ടതയുടെ അലകൾ എത്തിച്ചേരട്ടെ. പരിപാവനമായ ഈശ്വര സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ കിരണങ്ങൾ അവരുടെ ആത്മാവിനെ സ്പർശിച്ച് അവരെയും സന്തുഷ്ടമണിയാക്കി മാറ്റട്ടെ. അവരിലെ ചിന്തകൾ അകന്നു പോകട്ടെ. പരമാത്മാ സ്നേഹസ്പർശം അവരിലും ഈശ്വരീയ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭവം വരുത്തട്ടെ.